ജബർഗ ചന്ദ്രേച്ചി കാത്തുക്കുണ്ട്. വേഗം ചെല്ല്. എന്താടാ ചന്ദ്രയുമായിട്ട് കിന്നരിച്ചോ നീ? പെടലേ ചന്ദ്രികയായിട്ട് കിന്നരിച്ചാലേ നീയും നിന്റെ സൈക്കിളും ആ പുഴയിലെ കാണൂട്ടാ. അതുടനെ ഉണ്ടാവും, അതുറപ്പായിക്കോട്ടെ. ആ വിഷയം കളി. ഇന്നത്തെ നിന്റെ മീനിനെന്താ വില? നിങ്ങളുടെ കാശ് എത്രയാ? ചില്ലറല്ല, മീനൊക്കെ ഭയങ്കര വിലയാ. മണിയെ ഇന്നൊക്കെയുള്ള പണി കിട്ടിയില്ലേ? പിന്നെ ജബ്ബാർക്കട മീന് വില കൂടിയേ, ജബ്ബാർക്കട മീന് വില കൂടിയേ. നീ ആ മീൻ കൊണ്ടിരുന്ന സൈക്കിൾ വെച്ചിട്ട് പോക്കടാ. മാണ്ടിയുടെ സൈക്കിളില്ല. അവൻ്റെ ഇളക്കല് പേടല് നമ്മളെ നഞ്ഞത്ത അവൻ്റെ കുതിര കയറില്, അവൻ്റെ ഒരു പെടല്. റബ്ബേ മീന് കാത്തുക്കണ്ട്. മീനേ, പുഴ മീനേ. മീന് വില കൂടിയെന്ന് പെടലുമണി പറഞ്ഞു പോണത് കണ്ടല്ലോ. അതെ, അതവനായിട്ട് കിട്ടാത്തന്റെ കുറവാ, അല്ലാണ്ട് പിന്നെ. അതെ, പലപ്പോഴായിട്ട് ചോദിക്കുന്നു വിചാരിക്കുന്നു. എന്തുട്ടിന്? നിനക്കൊന്ന് കെട്ടിക്കൂടെ? എന്റെ രണ്ടാങ്ങിട്ട് വേനേ. മീനേ മീനേ, പുഴ മീനേ, വില കുറവാ. നിനക്കിതിലേതാ വേണ്ടേ? കണ്ണമ്പരാലുണ്ട്, പരലുണ്ട്. കണ്ണമ്പരാലാവുമ്പോൾ നല്ല നീളമുണ്ട്, വണ്ണമുണ്ട്, നല്ല രസമായിരിക്കും. അതാവുമ്പോൾ 5-6 പീസും കിട്ടും. പരലാവുമ്പോൾ 2 പീസ കിട്ടും. കണ്ണമ്പരാൽ 2 കിലോ ഉണ്ടാക്കാം. ഒരു 500 തന്നാൽ മതി. അയ്യോ, 500 രൂപയാ? വേണ്ട വേണ്ട, ഞാൻ വല്ല ചിക്കനൊക്കെ കഴിച്ച് ജീവിച്ചോളാം. എനിക്ക് നിന്റെ മീൻ വേണ്ടേ. അവന്റെ ഒരു 500 രൂപ. അപ്പോൾ ആ കച്ചവടം പോയി. ആ പെടലിനെ കൊണ്ട് തോറ്റു. ഈ പ്രാവശ്യം നാളിയുടെ പാടെ കുറവാണ്. മുതലാളിയോട് കുറച്ച് കാശ് ചോദിക്കാനിരുന്നതാ. ശരിക്കും വെട്ടുരാമോ? എന്താ രാമോ വിശേഷം? പണി വളരെ കുറവാ, കാശിന് വല്ലാത്ത ബുദ്ധിമുട്ടും. മുത്തണ്ണനോട് ചോദിച്ചാൽ ചിലപ്പോ കിട്ടും. ദേ മുത്തണ്ണ വരണ്ട്, ചെല്ല് ചെന്ന് ചോക്കി. முத்தண்ணோ, எப்படி சௌக்கியமா? என்னாச்சுடே? அண்ணா ரொம்ப கருத்து போச்சு. ஓ ராமு, உனக்கு இந்த தேங்காய் அந்த கொட்டையிலிடா, அந்த தேங்காய் இந்த கொட்டையிலிடா. உனக்கு வேலை அவ்வளவுதான். எனக்கு இந்த ஊரெல்லாம் சுற்ற வேண்டியிருக்கு. துட்டு கொடுக்கறாங்கோ, துட்டு வாங்குறாங்கோ, ரொம்ப அலைச்சல். எதுக்கு என்ன கூப்பிட்ட? அண்ணா, எனக்கு கொஞ்சம் ரூபாய் வேணும். ஏய் ராமு, நான் ஆம்பளைக்கு கொடுக்க மாட்டேன், பெம்பளைக்கு மட்டும் தான் கொடுப்பேன். அது சரி. என்ன ராமு இது? പട്ടവെട്ടണ കത്തിയ. എനിക്കൊരു 2000 രൂപ വേണം. പലിശ എത്ര വേണമെങ്കിലും തരാം. എന്റെ ഗഡിയുടെ മോളുടെ കല്യാണത്തിന് കൊടുക്കാനാ. ராமு, എന്റെ കയ്യിൽ പണം கிடையாது. തരമാട്ടേ, തരമാട്ടേ. இந்த ராமு ஒரு வட்டம் சொன்னா, அது 2017 வரை சொன்ன மாதிரி. பொம்பளையாണെങ്കിൽ அவர் டிலே பண்ண மாட்டேன். உனக்கு தன்னா நீ തിരിച്ചു തരുമാ? ഓ, എന്റെ പൊന്നു മുത്തണ്ണ, സത്യമായിട്ടും തിരിച്ചു തരാം. നിജമാ? നിജം നിജം നിജം. 2000 രൂപയുണ്ട്, എന്ന് തരും? ഒരു മാസത്തിനുള്ളിൽ തരാം. இந்த രൂപയ്ക്ക് നീ വട്ടി തര വേണ്ട. മുത്തണ്ണനെ കടവുൾ കാക്കണേ. ഏയ് രാമു, കത്തി കാണിച്ച് ആർക്കിട്ടും പണം പുടുങ്ങാതെ. അത് ரொம்ப തപ്പ്. ശരി, വരട്ടുമാ? എന്റെ വേല ഇതാ, നിന്റെ മോളുടെ ഭാഗ്യം. ബാലനും ടീമും സമരത്തിനുള്ള പുറപ്പാടാ. ആ സമരം ഒരു കാരണവശാലും നടത്തിക്കരുത്. നമുക്കത് ബ്ലോക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അവനെയൊക്കെ തീർത്താലോ? ഏയ്, അത് വേണ്ട. പോലീസ് ഇപ്പൊ പഴയ പോലീസല്ല, അതിപ്പോ റിസ്കാ, പണി പാളൂട്ടാ. നമുക്ക് ഇവിടുത്തെ നാട്ടുകാരെ പിടിപ്പെടുത്തിയാലോ? പ്രത്യേകിച്ച് പെണ്ണുങ്ങളെ ഒന്നും പേടിപ്പിക്കാൻ പറ്റില്ല. ഇവിടത്തെ പെണ്ണുങ്ങൾ കളിക്കണതേ ആ പനമരം ചന്ദ്രികയുടെ ബലത്തിലാ. ആദ്യം അവളെ ഒതുക്കണം.
നടക്കടേ. നിന്റെ വാപ്പ കടലുണ്ടേ, അയാളോട് പറഞ്ഞേക്ക് വിൽസനോട് കളിക്കണ്ടാന്ന്. കേട്ടില്ലേ? ആ ശരി. വണ്ടി വിട്ടോ, വണ്ടി വിട്ടോ. നിക്കടാ, സമയം എത്രയാടാ? അറിയില്ല. നിനക്കറിയില്ല അല്ലേ? അടിച്ചതിന്റെ ഷേപ്പ് പറയടാ. എന്റെ വാച്ചില്ല. നിങ്ങളുടെ സമരപരിപാടികൾ എന്തായി? എനിക്ക് അറിയില്ല. നീ അറിയണം, അറിഞ്ഞിട്ട് അറിയിക്കണം. കേട്ടില്ലടാ? ഇല്ലെങ്കിൽ പെടലേ, നിന്റെ പെടല് ഞാൻ തിരിക്കും. പോടാ 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 പോടാ. Riga pagari sariga pariga pada pagariga pada ga pada sada paga pada sa pada sari sada pada sari gariga riga riga ri sari da sada pada ga paga pagariga sariga pariga pada ga pada sa pada sari gari sa. ബാലേട്ടാ, ബാലേട്ടാ. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, കാൽമുഴല്ലേ? റീന ചേച്ചി, റീന ചേച്ചിയെ. ആ ദേ വരുന്നു. നിനക്കെന്താടി പുഴയോരത്ത് കാര്യം? നമ്മുടെ കുടുംബശ്രീയുടെ 5ാം വാർഷികത്തിന്റെ റിഹേഴ്സലായിരുന്നു, അതിന് പോയതാ. എന്റെ ഒരു ഡാൻസ് എടേ കൂട്ടുകൂടാൻ കൊള്ളത്തര ചുറ്റും, മനസ്സിലായിടേ? പോ. വാടി പോവാ. അവളെ പെട്ടെന്ന് കെട്ടിക്കണം, ഇല്ലെങ്കിൽ പ്രശ്നവും. സമയമാകുമ്പോ താനെ നടക്കും. അവള് പഠിക്കട്ടാ. ആ, നീ ഏരിയാസ് പോലോട് സമരകാര്യങ്ങളെ കുറിച്ച് പറഞ്ഞോ? ഇതിങ്ങനെ വിട്ടാ ശരിയാവില്ല. ഇത് അവന് ഇത് എന്തായാലും ചോദിച്ചാ പറ്റും. വാ കുട്ടാ, അവൻ ഇവിടെ ഉണ്ട്. വിൽസ, നിന്റെ നമ്പറെല്ലാം പാവങ്ങളോടല്ല കാണിക്കേണ്ടത്. ഈ മണീനെ തടഞ്ഞു നിർത്തി പിപ്പിടിയാട്ടിന്ന് പറഞ്ഞു. നിന്റെ വിചാരം ഇവൻ ഒറ്റയ്ക്കാണെന്നോ? അല്ലടാ, ഞങ്ങളെല്ലാം അവന്റെ ഒപ്പുണ്ട്. ഈ ഗ്രാമം മുഴുവൻ അവന്റെ ഒപ്പുണ്ട്. നീ അതോർത്ത നിനക്ക് നല്ലത്. നീ ജെമിനിയെ തടഞ്ഞു നിർത്തി പേടിപ്പിച്ചു. പെണ്ണുങ്ങളോടല്ല നിന്റെ മുച്ചടത്തരം കാണിക്കേണ്ടത്. അതങ്ങ് ആണുങ്ങളോട് മതി. കുട്ടാ, ഇപ്പൊ ഒത്തിന്റെ ചെവിയിലേ കിന്നരം വായിച്ചിട്ട് കാര്യമില്ല. നല്ല ചുട്ടടിയാൻ കൊടുക്കണം. നിന്നോടും കൂടി പറയാം, നിങ്ങളുടെ പോക്കത്ര ശരിയല്ല. ഇനി വീണ്ടും തുടങ്ങിയ പണി തരേണ്ടി വരും. 8ന്റെ പണിയല്ല, 16ന്റെ പണി. പോവാം. പ്രശ്നചാർത്ത് പ്രകാരം നിങ്ങള് പരസ്പര സ്നേഹമുള്ള ഭാര്യയും ഭർത്താവുമാണ്. എന്നാൽ സന്മനസ് ഒട്ടും തന്നെ ഇല്ല. ചുരുക്കി പറഞ്ഞ മുറിഞ്ഞിടത്ത് ഉപ്പ് തയ്ക്കില്ല. അതുകൊണ്ട് കാലം നൽകിയ പാപദോഷമാണ് ഒരേ ഒരു മകളുടെ വിവാഹദോഷം. പരിഹാരം ഞങ്ങളുടെ മോളുടെ വിവാഹം നടക്കണം. അതിനുവേണ്ടി ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം. മോൾക്ക് നല്ലൊരാലോചന വരും. അതിന് നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യണം. ചെയ്തിട്ടുണ്ട്. പാറപ്പള്ളിക്ക് പൊടിക്കുരിശ്, ഈ ഇടവകയിലെ ചാപ്പൽ, കൊടിമരം, റെമിത്തേരിയിലെ കർത്താവിന്റെ രൂപം, അൽത്താര, ഇതൊക്കെ ഞാൻ ചെയ്തതാ. പാവങ്ങൾക്ക് വല്ലതും. സൽക്കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ പൊന്നിൻ കുരിശ് കൊടുക്കലല്ല, ജീവജാലങ്ങളോട് കരുണ കാണിക്കണം, പ്രത്യേകിച്ച് സാധുജനങ്ങളോട്. ഇതെല്ലാമാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. വെച്ചോളൂ വെച്ചോളൂ, ഇപ്പൊ ഒന്നും വേണ്ട. വെച്ചോളൂ വെച്ചോളൂ.